എല്ലാവർക്കും പുതിയൊരു ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഫോട്ടോഷോപ്പിൻ്റെ ബേസിക്സ് എന്ന് പറയുന്ന 4 ഫീച്ചേഴ്സാണ്. ലേയേഴ്സ്, മാസ്ക്, സെലക്ഷൻസ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലേയേഴ്സിനെ കുറിച്ചാണ്. ഫോട്ടോഷോപ്പിൽ നമ്മൾ ലെയർ ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് നമ്മളൊരു പിക്ക് എടുത്തു. ആ ഒരു ഇമേജിൻ്റെ കളർ വളരെ കുറവാണ്. അതുപോലെ തന്നെ സ്കൈ കുറച്ച് ബ്രൈറ്റ് ആണ്. ടോട്ടലി ആ ഒരു ഇമേജ് ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ആ ഈ ഒരു ഇമേജ് ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം കളർ കൂട്ടാനായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ സാച്ചുറേഷൻ കൂട്ടുന്നു. അതിനുശേഷം നമ്മൾ സ്കൈ ഒക്കെ ഡാർക്ക് ആക്കാനായിട്ട് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറും കൂടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇമേജ് ഡാർക്ക് ആക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇമേജ് ഫുള്ളായിട്ട് ഡാർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്കൈ മാത്രം സെലക്ട് ചെയ്യുന്നു. എന്നിട്ടൊരു മാസ്ക് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഇമേജ് പെർഫെക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത്രയും പവർഫുള്ളാണ് നമ്മുടെ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലേയേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിനകത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ ലേയേഴ്സ് പാനൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ലേയേഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലെയർ പാനൽ നിങ്ങൾ കണ്ടില്ലെങ്കിൽ സിമ്പിളായിട്ട് ജസ്റ്റ് ഈ ഒരു വിൻഡോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വരിക. ഇവിടെ ലേയേഴ്സ് എനേബിൾ ആണെന്ന് നോക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും ലേയേഴ്സ് പാനലിലേക്ക് പോകാം. ഇവിടെ നമ്മൾ കുറച്ച് ലേയേഴ്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇമേജ് ലെയർ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ, ഒരു ഷേപ്പ് ലെയർ, ഒരു ടെക്സ്റ്റ് ലെയർ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ലേയേഴ്സിൻ്റെയും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഐഡര ഐക്കൺ കാണാം. ഈ ഒരു ഐക്കൺ യൂസ് ചെയ്ത് നമ്മുടെ ലേയേഴ്സ് നമുക്ക് ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാനും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ എനിക്ക് ഈ ഒരു ഇമേജിൻ്റെ ഒരു ലെയർ എനിക്ക് ഇതിനൊരു പ്രശ്നവും വരാത്ത രീതിയിൽ എനിക്ക് ബാക്കിയുള്ള ലേയേഴ്സിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇമേജ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ലോക്കിൻ്റെ ഒരു ഐക്കൺ കണ്ടില്ലേ? ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഇമേജ് ലെയർ ലോക്ക് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ള ലേയേഴ്സ് മാത്രമേ സെലക്ട് ആവുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള ഓരോ ലേയേഴ്സിൻ്റെയും ഓർഡർ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് മുകളിലായിട്ടാണ് ഈ ഒരു ടെക്സ്റ്റ് ലെയർ കിടക്കുന്നത്. സിമ്പിളായിട്ട് ഡ്രാഗ് ചെയ്ത് ഈ ഷേപ്പ് ലെയറിന് താഴേക്ക് കൊണ്ടുവയ്ക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഷേപ്പ് ലെയറാണ് നമുക്ക് മുകളിലുള്ളത്. കണ്ടില്ലേ? അതേപോലെ നമുക്ക് ഓരോ ലേയേഴ്സിൻ്റെയും ഓർഡർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ടോപ്പിൽ ലെയർ, ന്യൂ ലെയർ. ഇവിടെ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഷിഫ്റ്റ് കൺട്രോൾ N ആണ്. ഓക്കെ. അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ ന്യൂ ലെയറിൻ്റെ ഒരു ഓപ്ഷൻ വരും. ലെയർ 1 എന്ന് നെയിം കൊടുത്തതിന് ശേഷം ഓക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിളായിട്ട് ഒരു ബ്ലാങ്ക് ലെയർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഇത് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് നമുക്കിത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കണ്ടില്ലേ? ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിളായിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ ഒരു ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ലെയറിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതിനുശേഷം നമുക്ക് ഈ ഒരു ലെയർ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ സിമ്പിളായിട്ട് ആ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് പ്രസ് ചെയ്താൽ ആ ഒരു ലെയർ ഡിലീറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഡിലീറ്റിൻ്റെ ഒരു ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ലെയർ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഫോട്ടോഷോപ്പിൽ നമുക്ക് വരുന്ന ലേയേഴ്സ് എന്ന് പറയുമ്പോൾ ഇമേജ് ലേയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ലേയേഴ്സ് ഉണ്ട്, ഷേപ്പ് ലേയേഴ്സ് ഉണ്ട്, ടെക്സ്റ്റ് ലേയേഴ്സ് ഉണ്ട്. ഈ ഇമേജ് ലെയർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇമേജ് ലെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് നമ്മുടെ ഫയലിലുള്ള ഒരു ഇമേജ് സിമ്പിളായിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോഴത്തേക്കും സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ ഒരു ഇമേജ് ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇമേജ് ലെയറിൻ്റെ നെയിം ചേഞ്ച് ചെയ്യുക. അതെ, കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഒരു ഇമേജ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഇവിടെ താഴെയായിട്ട് ഇവിടെ ഒരു ഐക്കൺ കണ്ടില്ലേ? ക്രിയേറ്റ് ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ സിമ്പിളായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ? ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഇമേജ് ഫുള്ളായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഇമേജ് ലെയറിന് മുകളിലേക്ക് കൊണ്ടിടാം. കണ്ടില്ലേ? അപ്പം ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിന് താഴേക്ക് വരുന്ന ആ ഒരു ലെയർ മാത്രം, ആ ഒരു ഇമേജ് ലെയർ മാത്രം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഇത് സിമ്പിളായിട്ട് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഷേപ്പ് ലെയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഷേപ്പ് ലെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാവുന്ന ടൂൾസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഒരു ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ എലിപ്സ് ടൂൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഒരു കളർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം സിമ്പിളായിട്ട് ഞാൻ ഒരു എലിപ്സ് ക്രിയേറ്റ് ചെയ്ത്
അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടില്ലേ നമുക്കിവിടെ ലെയേഴ്സ് പാനലിൽ എലിപ്സ് എന്ന് പറയുന്ന ഒരു ഷേപ്പ് ലെയർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ലെയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ടെക്സ്റ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് നമ്മൾ ടൈപ്പ് ടൂൾ എടുക്കുന്നു. നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇവിടെ ലെയേഴ്സ് പാനലിൽ നമുക്ക് ടെക്സ്റ്റ് ലെയർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഓക്കെ. സോ അങ്ങനെയാണ് നമ്മൾ ഇമേജ് ലെയറും അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറും ഷേപ്പ് ലെയറും ടെക്സ്റ്റ് ലെയറും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തതായിട്ട് ഞാൻ ഈ ലെയേഴ്സ് എല്ലാം സിമ്പിളായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+G പ്രസ് ചെയ്യുന്നു. Ctrl+G പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ലെയേഴ്സും ഒരു ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിവിടെ ഗ്രൂപ്പിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാം. നമ്മുടെ ലെയേഴ്സിൻ്റെ നെയിം ചേഞ്ച് ചെയ്യുന്നത് പോലെ. അതേപോലെ തന്നെ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ലെയേഴ്സും നമുക്ക് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ലെയേഴ്സും കണ്ടില്ലേ? ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ലെയേഴ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. റീനെയിം അതുപോലെ ഗ്രൂപ്പിംഗ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോഷോപ്പ് ഫയൽ നമുക്ക് വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഗ്രൂപ്പിങ്ങും ലെയറിൻ്റെ നെയിം ചേഞ്ച് ചെയ്യുന്നതിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇത്രയൊക്കെയാണ് നമുക്ക് സിമ്പിളായിട്ട് ലെയേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇതിനെക്കാട്ടും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ഏത് വീഡിയോ ചെയ്യാമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.